പി ശ്യാംരാജ്, സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം. ഇതിലിപ്പോൾ സ്വാതന്ത്ര്യവും കാണാനില്ല, സോഷ്യലിസവും കാണാനില്ല. മറുവശത്ത് വാക്കു നിറയെ പുരോഗമനമാണ്, പക്ഷേ പ്രവൃത്തിയിൽ അപരിഷ്കൃതമായ അരുതാത്തതു മാത്രം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. SFI ഇനിയും വളർന്നിട്ടില്ലെന്നും. അല്ല, SFI വളരില്ല. SFIക്ക് വളരാനായിട്ട് പറ്റത്തില്ല. കാരണം ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന പോലെ സത്യത്തിൽ കപടപക്ഷമാണ്, വ്യാജപക്ഷമാണ്. അവര് ജനാധിപത്യം പറഞ്ഞിട്ട് ഏറ്റവും വലിയ ജനാധിപത്യ വിരുദ്ധത കാണിക്കും. അവര് സ്ത്രീപക്ഷം പറഞ്ഞിട്ട് ഏറ്റവും വലിയ സ്ത്രീ വിരുദ്ധത കാണിക്കും. അവര് ദളിത് പക്ഷം പറഞ്ഞിട്ട് ഏറ്റവും വലിയ ദളിത് വിരുദ്ധത കാണിക്കും. ഇവിടെ നമ്മളൊന്ന് എടുത്തു നോക്കി, ഇപ്പോൾ കേരളത്തില് അധ്യാപകരെ ആക്രമിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അവരെ ഈ രീതിയിൽ അത്ര നികൃഷ്ടമായിട്ട് ആക്രമിച്ചിട്ടുള്ളതിനകത്ത് ഏറ്റവും കൂടുതൽ അവരുടെ ഇടതുപക്ഷത്തിൻ്റെയും ഈ SFIയുടെയും ആക്രമണത്തിന് വിധേയമായിട്ടുള്ളത് സ്ത്രീകളാണ്. ഇപ്പൊ സരസ്വ ടീച്ചർ ഇപ്പോൾ നമ്മളോടൊപ്പം ഇരിക്കുകയാണ്. സരസ്വ ടീച്ചറിന്റെ കാര്യം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും കൂടെ ഒന്നുകൂടെ ഓർത്തെടുക്കുന്നത് നന്നായിരിക്കും. 2016 വിക്ടോറിയ കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന സരസ്വ ടീച്ചറിന്റെ റിട്ടയർമെന്റ് സമയത്ത് ടീച്ചറിന് കുഴിമാടം ഒരുക്കുകയാണ് ചെയ്ത് SFI. കാരണം ആലോചിച്ച് നോക്കണേ, ടീച്ചർ തന്നെ ഇപ്പോൾ പറഞ്ഞു 10-22 കൊല്ലം ആ ക്യാമ്പസിൽ പഠിച്ച, അവിടെ ഇപ്പോൾ അന്ന് കുഴിമാടം ഒരുക്കിയ ആ വിദ്യാർത്ഥികളെ പോലും പഠിപ്പിച്ച ടീച്ചർ പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് കൊടുക്കുന്ന ഗുരുദക്ഷിണയാണ് ടീച്ചറിന്റെ കുഴിമാടം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. ആ രീതിയിലുള്ള നികൃഷ്ട ജീവികളാണ് സത്യത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ SFI എന്ന് പറയുന്നത്. തിരിച്ച് ഇനി എറണാകുളത്ത് മഹാരാജാസ് കോളേജിൽ വന്നാൽ അവിടെ അധ്യാപികമായിട്ടുള്ള എന്തോ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൾ ആയിരുന്ന ബീന ടീച്ചറിന്റെ ഇരിക്കുന്ന കസാര കത്തിക്കുകയായിരുന്നു. എന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു സമരം, നമ്മളൊക്കെ എത്രയോ സമരം ചെയ്യുന്നതാണ്. നമ്മളൊക്കെ ഞാനും 10-15 വർഷക്കാലം ABVPയിൽ പ്രവർത്തിച്ചിട്ട് 6 വർഷക്കാലം യുവമോർച്ചയിൽ പ്രവർത്തിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വിദ്യാർത്ഥി യുവജന സംഘടനകളിലൊക്കെ എത്രയോ കാലം പ്രവർത്തിച്ചിരിക്കുന്നു, എത്രയോ സമരങ്ങൾ ചെയ്തിരിക്കുന്നു, എത്രയോ പോലീസിന്റെ തല്ലുകൊണ്ടിരിക്കുന്നു, ജയിലിൽ കിടന്നിരിക്കുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സമരാഭാസങ്ങൾ ഒരിക്കൽ പോലും ABVPയോ യുവമോർച്ചയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. കാരണം അധ്യാപകരെ ബഹുമാനിക്കാനാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ അധ്യാപകരെ ഈ രീതിയിൽ ഉപദ്രവിക്കാനും അപമാനിക്കാനും നികൃഷ്ടമായിട്ട് അവരോട് പെരുമാറാനുമല്ല. ഇനി അടുത്തത്, ഇന്നിപ്പോൾ ഈ കാലടി സംസ്കൃത സർവകലാശാലയിൽ വന്നിട്ടുള്ള പ്രശ്നമുണ്ട്. സിസ തോമസ് എന്ന് പറയുന്ന VC-യുടെ, അതും അവരുടെ ആ കുരുട്ട് ബുദ്ധി, കപട ബുദ്ധി ആലോചിക്കണം കേട്ടോ, ക്രിസ്ത്യൻ ആചാര രീതിയിലാണ്. അതായത് ഈ അവസാനം മരിച്ചു കഴിഞ്ഞിട്ടുള്ള ആ ആചാരങ്ങളൊക്കെ നടത്തുന്നത് ക്രിസ്ത്യൻ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ സിസ തോമസ് എന്ന് പറയുന്ന VC-ക്ക് നിങ്ങൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവരെ അത്രമാത്രം അധപ്പതിച്ച രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് SFIയുടെ കുഞ്ഞുങ്ങൾ. ഇനി ഇത് ഏകപക്ഷീയമായിട്ട് SFIയിലെ വിദ്യാർത്ഥി പ്രവർത്തകർ മാത്രമാണോ? അല്ല. ഇതിനകത്ത് എല്ലാവരും, സരസ്വ ടീച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ബീന ടീച്ചറിന്റെ കാര്യത്തിലാണെങ്കിലും ശ്രീമതി ഡോക്ടർ സിസ തോമസിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ആ ക്യാമ്പസുകളിലെ അധ്യാപകരുടെ കൂടെ പിന്തുണയുണ്ടെന്നേ സരസ്വ ടീച്ചർ പറഞ്ഞത് തന്നെയാണ്. ഇന്നിപ്പോ സിസ ടീച്ചറിന്റെ അവരുടെ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു അങ്ങനെ തന്നെയാണ്. അതായത് ആ ക്യാമ്പസിനുള്ളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൂടെ, അതായത് ഇടത് അധ്യാപകരും വിദ്യാർത്ഥികളും കൂടി ചേർന്നിട്ടാണ് ഈ പേക്കൂത്തിന് വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ആ വീഡിയോ നിങ്ങളൊന്ന് കാണിച്ചു നോക്കണം. ഒരു പെൺകുട്ടി ഇരുന്ന് കരയുകയാണ്. ഒരു മരണം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. മരണാനന്തര കർമ്മങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഓരോ വ്യക്തിക്കും എത്രമാത്രം വേദന കൊടുക്കുന്നതാണ്, എത്രമാത്രം വേദന ഉളവാക്കുന്നതാണ്. ജീവിച്ചിരിക്കുന്ന ആ മരിച്ച ആളിന്റെ ബന്ധുക്കളിലൊക്കെ എത്രയോ വേദന കൊടുക്കുന്നതാണ്. അപ്പോൾ ആ തരത്തിലുള്ള ഒരു വേദന ഉളവാക്കുന്ന, അല്ലെങ്കിൽ മരണാനന്തര കർമ്മം എന്ന് പറയുന്ന ഒരു ഡിവൈൻ കാര്യം കൂടിയാണ്. ആ ഡിവൈൻ ആയിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിനെ പോലും ഇങ്ങനെ പരിഹസിക്കുന്ന, മരിച്ചുപോയ ആളുകളുടെ ബന്ധുക്കളുടെ മനസ്സിൽ ഇത്രമാത്രം വേദന നിറയ്ക്കുന്ന, അങ്ങനെ പോലും ചിന്തിക്കാൻ വേണ്ടിയിട്ട് മടിയില്ലാത്ത പ്രാകൃത ജീവികളാണ് ഈ ഇടതുപക്ഷം, SFIയും DYFIയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എന്നൊക്കെ പറഞ്ഞത്. ഇന്ന് അവിടെ കണ്ടിട്ടുള്ളത്, ഈ കാലടി സർവകലാശാലയിൽ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതിപ്രാകൃതമായ, മനുഷ്യത്വ വിരുദ്ധമായ, ഒരു മനുഷ്യനും ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ലാത്ത, ജനാധിപത്യ വിരുദ്ധമായ, സ്ത്രീ വിരുദ്ധമായിട്ടുള്ള ആഭാസമാണ് SFIയുടെ നേതൃത്വത്തിലും SFIയെ പിന്തുണയ്ക്കുന്ന ഇടത് അധ്യാപകരുടെ നേതൃത്വത്തിലും കാലടി സംസ്കൃത സർവകലാശാലയിൽ നടമാടിയിട്ടുള്ളത്. അതിനകത്തൊന്നും യാതൊരു സംശയവും ആ കാര്യത്തില്ല. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇതിനകത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു നേതാക്കന്മാർ പോലും, ഇപ്പൊ സരസ്വ ടീച്ചർ നമ്മുടെ പേരിപ്പുണ്ടല്ലോ, സരസ്വ ടീച്ചറിന്റെ കാര്യം കേരളത്തിൽ ചർച്ച ചെയ്തപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയ ബുദ്ധിജീവിയും ഇന്നത്തെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള MA ബേബി പറഞ്ഞത് ആർട്ട് ഇൻസ്റ്റലേഷൻ എന്നാ പറഞ്ഞത്. കുട്ടികളെ തിരുത്തണ്ടേ? SFIക്കാർ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ തിരുത്തേണ്ട അവന്മാരുടെ നേതാക്കന്മാർ പറയുന്നത് ഇതൊക്കെ ശരിയാണെന്നാണ്.
മനുഷ്യർ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ ശവമഞ്ചം ഒരുക്കുന്നത്, ഇരിക്കുന്ന മനുഷ്യരുടെ മരണാനന്തര നടപടികളൊക്കെ ചെയ്യുന്നതെല്ലാം ആർട്ട് ഇൻസ്റ്റലേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉള്ളപ്പോൾ ഇതിനപ്പുറം നമുക്ക് ഒന്നും ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ പ്രാകൃത സംഘടന, ഈ പ്രാകൃത രീതിയിലുള്ള സമരം എന്ന് പറയുന്ന ആഭാസങ്ങൾ നടത്തുന്ന, മനുഷ്യത്വമില്ലാത്ത, സ്ത്രീപക്ഷമില്ലാത്ത, ദളിത് പക്ഷമില്ലാത്ത ഈ പ്രസ്ഥാനങ്ങളെ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞു. സത്യത്തിൽ നോക്കൂ, ഇന്നലെ ഇപ്പോ ഈ നക്സൽ പ്രവർത്തനങ്ങളൊക്കെ വിട്ടുവന്നിട്ട് വന്ന ആളുകളുടെ ഫാഷൻ ഷോ നമ്മൾ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതായത് നക്സലിസത്തെ ഇല്ലാതാക്കിയത് പോലെ തന്നെ ജനാധിപത്യത്തിന്റെ രീതിയിൽ ഈ പ്രസ്ഥാനങ്ങളെ തന്നെ നിരോധിക്കപ്പെട്ടാൽ പോലും അതിനകത്ത് അത്ഭുതപ്പെടാൻ പറ്റുന്നില്ല. കാരണം ആ രീതിയിലുള്ള പ്രവർത്തനം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് പോലും പാടില്ലാത്തതാണ്. എന്നിട്ട് നോക്കൂ, നേരം ഇത്രയുമായിട്ട്, ഇത് ഇന്ന് പകൽ നടന്ന കാര്യമാണ്, നേരം ഇത്രയുമായിട്ടും ഇതിനെ അപലപിക്കാനോ തിരുത്തി പറയാനോ ഏതെങ്കിലും ഒരു സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് വന്നിട്ടുണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇത്രയധികം വിഷയമുണ്ടായിട്ടും ഇതിനെ തള്ളിപ്പറയാനോ അപലപിക്കാനോ കുട്ടികൾ ചെയ്തത് തെറ്റാണെന്ന് പറയാനോ വന്നിട്ടില്ല. എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്വഭാവം ഇത് തന്നെയാണ്. അവർ ജീവിച്ചിരിക്കുന്നവർക്ക് കുഴിമാടമൊരുക്കും, അവർ ജീവിച്ചിരിക്കുന്നവർക്ക് നിങ്ങളെ ഞാൻ കൊല്ലുമെന്നുള്ള ഭീഷണിപ്പെടുത്തും, വേണ്ടി വന്നാൽ അവർ കൊലപാതകം നടത്തുകയും ചെയ്യും. അത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള ജീവികൾ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇവർക്കെതിരെയുള്ള നടപടിയെടുക്കണം. ഈ പറഞ്ഞ ആളുകൾക്കെതിരെ നടപടിയെടുക്കണം. ഇതാണ് സമരം ഇതല്ലല്ലോ. സമരം എന്ന് പറയുന്നത് നമ്മൾ എത്രയോ സമരങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ സമരം ചെയ്യാൻ അറിയാത്ത ഇത്തരത്തിലുള്ള ഈ വിദ്യാർത്ഥികളാണെങ്കിൽ, അല്ലെങ്കിൽ ഈ സംഘടനയ്ക്കെതിരെ സമരം ചെയ്യണമെന്ന് നോക്കൂ. ഇന്ന് ഡോക്ടർ സിസ തോമസിന്റെ സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ അവർ പറഞ്ഞത് എന്താണ്? അവർ 4 ആവശ്യങ്ങൾ, എന്താണ് ഈ SFIയുടെ ആവശ്യം എന്നുള്ള 4 ആവശ്യങ്ങൾ നിങ്ങളൊന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ അതുപോലും അറിയില്ല. സമരം ചെയ്യുന്ന എന്തിനാന്ന് പോലും ഇവർക്ക് അറിയില്ല. അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും ഇവർക്ക് അറിയില്ല. ഏകദേശം 2 വർഷത്തോളം അവിടെ ഇതിനു മുമ്പുണ്ടായിരുന്ന ഒരു VC ഉള്ള ഗീതാകുമാരി, 2 വർഷത്തോളം ഗീതാകുമാരി എന്ന് പറയുന്ന ഇവരുടെ താളത്തിനൊത്ത് തുള്ളുന്ന ഒരു ഇടതുപക്ഷക്കാരിയായിട്ടുള്ള ഒരു VC ഉണ്ടായപ്പോൾ ഇവർക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു. അവരുടെ കഴിവെന്താണെന്നറിയോ? BFAക്ക് തോറ്റയാളെ, അതായത് ഡിഗ്രി തോറ്റയാൾക്ക് PG അഡ്മിഷൻ കൊടുത്തു. ഏതോ SFI നേതാവ് എന്തുവാണ്? BFAക്ക് തോറ്റയാളെ MFAക്ക് അഡ്മിഷൻ കൊടുത്ത ഗീതാകുമാരിയാണ് SFIക്ക് വേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും കഴിവുള്ളവരോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്ന ആളുകളോ ഒന്നും അല്ല വേണ്ടത്. ഇനി ശ്രീമതി സിസ തോമസ് തന്നെ നോക്കൂ, 4-5 മാസമായിട്ടേ ഈ ക്യാമ്പസിൽ വന്നിട്ടുള്ളൂ. എന്നുമല്ല, അവർക്ക് അഡീഷണൽ ചാർജാണ്, അല്ലാതെ നേരിട്ടുള്ള VC അല്ല. KTUവിന്റെ ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ VCക്ക് ഈ സർവകലാശാലയുടെ അഡീഷണൽ ചാർജാണ്. അങ്ങനെ അഡീഷണൽ ചാർജ് ഉള്ളയാള് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി തയ്യാറാണ്, നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളോട് പറയൂ എന്ന് പറഞ്ഞിട്ട് ആവശ്യങ്ങൾ പോലും ഇല്ലാതെ, പറയാൻ വേണ്ടിയിട്ട് പറ്റാതെ നടത്തുന്ന ഇത്തരം സമരാഭാസങ്ങളെ, സമരം എന്നുള്ള വാക്ക് പോലും ഞാൻ ഉപയോഗിക്കുന്നില്ല, ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളെ കേരളത്തിന്റെ മനസാക്ഷിയിൽ നിന്ന്, കേരള സമൂഹത്തിൽ നിന്ന് അടിയടിച്ച് കളയണം എന്ന് തന്നെയാണ് ഈ ഒരു സമയത്ത് എനിക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളത്.